SSC GD കോൺസ്റ്റബിൾ SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചു. ഇത്തരം വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിൽ SSC GD കോൺസ്റ്റബിളിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. SSC GD കോൺസ്റ്റബിൾ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് നടത്തുന്ന റിട്ടേൺ എക്സാമാണ് SSC GD കോൺസ്റ്റബിൾ റിട്ടേൺ എക്സാമിനേഷൻ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഏകദേശം നവംബർ സെക്കൻഡ് വീക്കോട് കൂടി അത് ഔട്ടാകും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ഇതിൻ്റെ റിട്ടേൺ എക്സാം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, അതായത് +2 യോഗ്യതയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഗ്രാജുവേഷൻ ലെവലിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. മിനിമം യോഗ്യത 10ാം ക്ലാസ് ആണ് വേണ്ടത്. 10ാം ക്ലാസ് നിങ്ങൾ നോർമൽ, അതായത് ആവറേജ് മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18നും 23നും ഇടയിൽ പ്രായപരിധിയാണ് ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത്. OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 26 വയസ്സ്, 3 വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 5 വയസ്സിൻ്റെ ഇളവ്, അതായത് 28 വയസ്സ് വരെ പ്രായപരിധിയുള്ള SC ST ഉദ്യോഗാർത്ഥികൾക്ക് SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ഇതിൻ്റെ ഹൈറ്റ്. ആൺകുട്ടികൾക്ക് വേണ്ടത് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ് ആൺകുട്ടികൾ. OBC അതുപോലെ തന്നെ ജനറൽ SC കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്. ST കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 162 സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി. പല ഉദ്യോഗാർത്ഥികൾക്കുള്ള ഡൗട്ടാണ് ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഹൈറ്റിൽ ഇളവ് ലഭിക്കുമോ എന്നുള്ളത്. അത് ലഭിക്കുന്നതല്ല. ഷെഡ്യൂൾ ട്രൈബിന് മാത്രമാണ് SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ഹൈറ്റിൽ കുറവ് ലഭിക്കുന്നത്. അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ആണ് ജനറൽ OBC SC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത്. ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രം മതി. SSC GD തസ്തികയിലേക്ക് നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏകദേശം 10ഓളം ഓർഗനൈസേഷനിലേക്കാണ് പോസ്റ്റ് ലഭിക്കുന്നത്. അതായത് ITBP, SSB, CRPF, CISF, BSF ഇങ്ങനെ തുടങ്ങിയ 10ഓളം കാറ്റഗറിയിലേക്കാണ് അപ്ലിക്കേഷൻ കൊടുത്തു, റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു, മെഡിക്കൽ കഴിഞ്ഞു, ക്ലിയർ ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്നത്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ അതിൽ പ്രിയോറിറ്റി ചോദിക്കാറുണ്ട്. ഏതാണ് നിങ്ങളുടെ പ്രിയോറിറ്റി എന്നുള്ളത്. അതായത് നിങ്ങൾ CISFിലേക്കാണ് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ ചോദിക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടിക്ക് ഇടും. അടുത്തതാണ് ഇത് കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള ഒരു വേക്കൻസിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 50,187 വേക്കൻസിയിലേക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2022 ഏകദേശം 53.59 ലക്ഷം, അതായത് 54 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് അപ്ലിക്കേഷൻ കൊടുത്തതും റിട്ടേൺ എക്സാമിനേഷൻ എഴുതിയതും. അതിൽ നിന്നാണ് 50,187 നിയമനം ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏകദേശം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുകയാണ്, ആവറേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും SSC GD തസ്തികയിലേക്ക് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. 2023 ഇതിൻ്റെ സെലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം കൊറോണയുടെ സിറ്റുവേഷൻ കാരണം 2023 അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 2024 40,617 ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. 47,45,000 അപ്ലിക്കേഷൻ ആയിരുന്നു പോയത്. ഇതിൻ്റെയും കാൽക്കുലേഷൻ നോക്കിയാണെങ്കിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ശതമാനം മാത്രമായിട്ടാണ് വരുന്നത്. അടുത്തത് 2025 SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 53,690 വേക്കൻസിയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള നമ്പർ നോക്കുകയാണെങ്കിൽ വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം, 52,69,000 ഉദ്യോഗാർത്ഥികളാണ് അപ്ലിക്കേഷൻ കൊടുത്തതും അതിൽ റിട്ടേൺ എക്സാം എഴുതിയതും. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തെ കാൽക്കുലേഷൻ ആവറേജ് നോക്കുകയാണെങ്കിൽ എത്രമാത്രം ഉദ്യോഗാർത്ഥികളാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ എത്രയാണ് വേക്കൻസി ഫില്ല് ചെയ്യുന്നുള്ള ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത 2026 അതായത് അടുത്ത മാസം നോട്ടിഫിക്കേഷൻ വരാൻ, 2025 നവംബറിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന SSC GD തസ്തികയിലേക്കുള്ള ഒഴിവുകൾ എന്നുള്ളത് +60,000 ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു വേക്കൻസിയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ-പാക്, ഇന്ത്യ-ചൈനയുടെ വാർ പശ്ചാത്തലത്തിൽ ഒരുപാട് വേക്കൻസിയാണ്. മെയിൻ വേക്കൻസി കൂടുതലായിട്ട് കൊടുക്കുന്നതും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കായിരിക്കും. ആയതിനാൽ 60,000-ൽ മേലെ വേക്കൻസിയാണ് ഇപ്പോൾ അൺഒഫീഷ്യലായിട്ട് ഇപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങളതിൻ്റെ 60,000 വേക്കൻസി ഉണ്ടെങ്കിൽ പോലും
ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രമാത്രം ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ഏകദേശം 60,000 വേക്കൻസി ഉണ്ടെങ്കിൽ ഏകദേശം 70-80 ലക്ഷത്തോളം ആപ്ലിക്കേഷൻ പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ആദ്യമായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ് വരുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനകത്ത് നിങ്ങൾ ഈ ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ സമാസമം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ SSC GD തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട പ്രൊസീജിയറാണ്. സ്റ്റാർട്ടിങ്ങിൽ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കണം. പല ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഡൗട്ടാണ് ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളത്. SSCക്ക് ആദ്യം തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നമ്മൾ കേരള PSCക്ക് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ SSCക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷമാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം വളരെയധികം തന്നെ നോട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾ SSCക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ID പാസ്വേഡ് അതും പല ഉദ്യോഗാർത്ഥികളും മിസ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ച കണ്ടുപിടിക്കുന്നത്. അത് ഒരു 50% ഉദ്യോഗാർത്ഥികൾ പോലും മിസ് ചെയ്യുന്ന ഒരവസ്ഥ കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ ID പാസ്വേഡ് എവിടെയെങ്കിലും വളരെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വയ്ക്കണം എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. അതിനുശേഷമാണ് അപ്ലിക്കേഷൻ കൊടുത്തു. ദെൻ അടുത്ത സ്റ്റേജാണ് റിട്ടേൺ എക്സാമിനേഷൻ. ഈ 2026 വേക്കൻസിയിലേക്ക് ഫെബ്രുവരി 2nd വീക്കോടുകൂടി ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ അവസാനിക്കുന്നതാണ്. ഇനിയിപ്പോൾ 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യം തന്നെ വരുന്നതാണ് റിട്ടേൺ എക്സാമിനേഷൻ. ഈ റിട്ടേൺ എക്സാമിനേഷനകത്ത് വരുന്നതാണ് 160 മാർക്കിൻ്റെ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ 40 മാർക്ക് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്. അടുത്താണ് റീസണിങ് 40 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 40 മാർക്ക്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്. അങ്ങനെ 40 മാർക്കിൻ്റെ 4 സബ്ജക്റ്റുകളിലായിട്ട് 160 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷനാണ് നടക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എന്നുള്ളത് 1 മണിക്കൂറാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത്. അടുത്ത സ്റ്റേജാണ് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് എന്നുള്ളത് നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ആയ ഉദ്യോഗാർത്ഥികളെ ഏകദേശം 1-2 മാസം ലഭിക്കുന്നതാണ്. ഈ ഒരു 2 മാസത്തിനകത്ത് ഫിസിക്കൽ, ഇപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികളോടും പ്രത്യേകം പറയാനുള്ളത് ഇപ്പോഴേ നിങ്ങൾ ഫിസിക്കൽ ആരംഭിക്കുക. കാരണം ഫിസിക്കൽ ടെസ്റ്റിനകത്ത് ആദ്യം തന്നെ വരുന്നതാണ് റണ്ണിങ് മാത്രമേ ഉള്ളൂ. 5 കിലോമീറ്റർ റണ്ണിങ് ആണ് ആൺകുട്ടികൾക്ക്, അതുപോലെ തന്നെ 1.6 കിലോമീറ്റർ ആണ് പെൺകുട്ടികൾക്ക് ഓടേണ്ടത്. ഈ ആൺകുട്ടികൾക്കാണെങ്കിൽ 24 മിനിറ്റാണ് 5 കിലോമീറ്റർ ഓടാനുള്ള സമയം. അത് ജസ്റ്റ് ക്വാളിഫൈ മാത്രമാണ്. എക്സലൻറ്റ്, ഗുഡ്, സാറ്റിസ്ഫാക്ടറി എന്നുള്ള കോളം ഉണ്ടായിരിക്കുന്നതല്ല, അതിന് സെപ്പറേറ്റ് മാർക്കും ഉണ്ടാകുന്നതല്ല. അത് ക്വാളിഫൈ മാത്രമാണ്. ഈ ഒരു 24 മിനിറ്റിനകത്ത് 5 കിലോമീറ്റർ ഓടിയെത്തുന്ന ഉദ്യോഗാർത്ഥികൾ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് ഓടേണ്ടത്. അതിന് ലഭിക്കുന്ന സമയം എന്നുള്ളത് 8.30 മിനിറ്റാണ്. 8.5 മിനിറ്റാണ് പെൺകുട്ടികൾക്ക് ഈ 1600 മീറ്റർ റണ്ണിംഗ് ഓടി എത്താനുള്ള സമയം. റിട്ടേൺ എക്സാം അതുപോലെ തന്നെ ഫിസിക്കൽ ക്ലിയർ ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത ഏകദേശം 1-2 മാസം അവിടെയും നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതാണ്. മെഡിക്കൽ ടെസ്റ്റിന് കോൾ ലെറ്റർ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ മെയിൽ ത്രൂ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് മെഡിക്കൽ, അതുപോലെ തന്നെ എവിടെയാണ് നടക്കാൻ പോകുന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. മെഡിക്കലിനകത്തും പ്രോപ്പർ അതിൻ്റെ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ റൂൾസിനനുസരിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നത്. മെയിനായിട്ട് കണ്ണ്, പല്ല്, അതുപോലെ തന്നെ കൈമുട്ട് വളവ്, കാൽമുട്ട് വളവ്, ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കൽ അതുപോലെ തന്നെ റിട്ടേൺ എക്സാം എഴുതിയ ഒരു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം തന്നെ കെയർ ചെയ്തുകൊണ്ട്, കാരണം ആ ഒരു സിറ്റുവേഷനിലാണ്, ആ ഒരു ചെറിയ ഡ്യൂറേഷനിലാണ് പല ഇൻസിഡൻറ്റ് സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ, കാരണം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു ഉദ്യോഗാർത്ഥി വിളിച്ചിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് ഫിസിക്കൽ ക്ലിയർ ആയിട്ടുണ്ട്, ബട്ട് ആക്സിഡൻറ്റിൽ എൻ്റെ കാലിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 2 വീലർ അല്ലെങ്കിൽ 4 വീലർ ഉപയോഗിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു 3 സ്റ്റേജുകളിലായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. SSC GD എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഹൗ ടു ക്രാക്ക് ദ SSC GD കോൺസ്റ്റബിൾ റിട്ടേൺ എക്സാം. ഈ ഒരു വരുന്ന 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഇത്രയും സിലബസ്, ഈ ഒരു 4 സിലബസിനെ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ആദ്യം വരുന്നതാണ് റെഗുലർ ടൈം പ്ലാനിങ്. ഏകദേശം 10 മുതൽ 14 മണിക്കൂർ വരെ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു 160 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്താണ് ഇതിൻ്റെ നിങ്ങൾ എഴുതിക്കൊണ്ടിട്ടുള്ള, അതായത് മാത്തമാറ്റിക്സ്, റീസണിങ് സോൾവ് ചെയ്തുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക മാക്സിമം. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും
ടൈം ലാപ്സ് ആവുന്നത് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ റീസണിങ്ങിലാണ്. വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് റീസണിങ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷും നിങ്ങൾ ഏകദേശം മിനിമം ബേസ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ റിട്ടേൺ എക്സാമിനേഷനകത്ത് ഇംഗ്ലീഷ് എന്നുള്ളതും നിങ്ങൾക്ക് വളരെ നോർമലായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത് ഡെയിലി പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരു ദിവസം നിങ്ങൾ 10-14 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 8 മണിക്കൂർ എങ്കിലും മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ മെയിൻ ക്രിട്ടിക്കൽ എന്നുള്ളതാണ് ഫിസിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഒരു സമയം തൊട്ട് തന്നെ നിങ്ങൾ റിട്ടേൺ എക്സാമിനേഷൻ എഴുതുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ റിസൾട്ടിനെ വെയിറ്റ് ചെയ്തതിന് ശേഷം എന്നുള്ളത് വളരെ ബുദ്ധിമോശം തന്നെയായിരിക്കും. ഇപ്പോഴേ നിങ്ങൾ ഫിസിക്കലിന് കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകത നിർബന്ധമായി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിട്ടേൺ എക്സാമിന് കാരണം ഇത് ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളത് 57 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ സാധിക്കുന്നത്. പല ഉദ്യോഗസ്ഥർക്കും ഉള്ളൊരു ഡൗട്ടാണ് അഗ്നിവീർ ആണോ എന്നുള്ളത്. ഇത് 57-58 വയസ്സ് വരെ സർവീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ്. നല്ല സാലറി പാക്കേജ്, ഡയറക്റ്റ് ഹോം മിനിസ്റ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റി ആയിക്കോട്ടെ, ക്യാൻറ്റീൻ ഫെസിലിറ്റി ആയിക്കോട്ടെ, എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്ന ഒരു ജോലി തന്നെയാണ്. ഇന്ത്യയിൽ ഉടനീളം സർവീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയും കൂടിയാണ്. ആയതിനാൽ ഇതിനെ വളരെ സില്ലിയായിട്ട് എടുക്കാതെ, കാരണം കേരളത്തിൻ്റെ 3-4 വർഷം മുന്നേ തന്നെ ഒരു കാഴ്ച എന്നുള്ളത് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കാതെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വേക്കൻസി ഫില്ലാവാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ബട്ട് ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അതിൽ വളരെ ഇമ്പ്രൂവ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം SSC GD കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള അവയർനെസ് പലർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു അവസരം തന്നെയാണ് ഈ ഒരു SSC GD കോൺസ്റ്റബിൾ ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആയതിനാൽ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും 18-നും 28-നും ഇടയിൽ പ്രായപരിധിയിലുള്ള അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സേനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കൂടുതലായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഡ്രോൺ അക്കാഡമിയിൽ ഇതിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും ആർക്കാണോ വരാൻ താല്പര്യം അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ജയ് ഹിന്ദ്.